മറ്റൊന്ന് PM-3 സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വിഷയങ്ങളാണ്. രാജ്യത്ത് PM-3 നടപ്പിലാക്കിയ സ്കൂളുകളുടെ സ്ഥിതി നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിവിധ മാധ്യമങ്ങൾ, കേരളത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. രാജസ്ഥാനിൽ PM-3 നടപ്പിലാക്കിയ സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥിനികളാണ് 10-200 വിദ്യാർത്ഥിനികൾ. ആ സ്കൂളിൽ അധ്യാപകരില്ല, മതിയായ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല, ലാബ് ഫെസിലിറ്റീസ് ഇല്ല. 1-ാം ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരേ അധ്യാപകർ. ഹിസ്റ്ററി പഠിപ്പിക്കുന്നത്, മാത്സ് പഠിപ്പിക്കുന്നത്, ഫിസിക്സ് പഠിപ്പിക്കുന്നത്, കെമിസ്ട്രി പഠിപ്പിക്കുന്നത്, ഇതെല്ലാം ഒരേ അധ്യാപകർ. അപ്പൊ ഈ PM-3 നടപ്പിലാക്കിയ സ്കൂളുകളുടെ സ്ഥിതിയും കൂടെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ PM-3 പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് വഴി സംഘപരിവാറിന്റെ ഏജന്റായി, സംഘപരിവാറിന്റെ വിധേയനായി, സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്ന സർക്കാരായി കേരള സർക്കാർ മാറിയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം കേരളത്തിന്റെ മതനിരപേക്ഷ ജനത ഉയർത്തും. SFI ആദ്യഘട്ടം മുതൽ തന്നെ ഈ അജണ്ട നടപ്പിലാക്കാൻ, സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാനാണ് ഈ സംവിധാനം വഴി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആദ്യഘട്ടം മുതൽ അതിനെ പ്രതിരോധിച്ചതാണ് SFI എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. രാജസ്ഥാനിൽ തീർച്ചയായും ഇതിപ്പോ U-turn എന്നൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. നിന്ന നിപ്പില് ഈ ഒറ്റ തിരിയലാണ്. ഇപ്പൊ U-turn എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള തിരിയലാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതായത് നുണകളാണ് UDF സർക്കാരിനെ, നുണകളുടെ പ്രൊപ്പഗണ്ടകൾ ആ നിലയിലാണ് അധികാരത്തിലേക്ക് വന്നത്. കേരളത്തിലെ ജനതയെ UDF വഞ്ചിച്ചിരിക്കുകയാണ്, കോൺഗ്രസ് വഞ്ചിച്ചിരിക്കുകയാണ്. ഇപ്പോ നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് കാര്യം, ഈ ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാ? അതിനകത്ത് ഏറ്റവും പ്രധാന പങ്ക് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ രാജസ്ഥാനിൽ നടപ്പിലാക്കിയതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും ഈ PM-3 പദ്ധതി നടപ്പിലാക്കിയതാണ്. അപ്പോൾ അവരുടെ അജണ്ട RSSനോടൊപ്പം സംഘപരിവാറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അജണ്ട തന്നെയാണ്. ഇന്ത്യൻ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മനോഭാവവും അവരുടെ മുന്നിലില്ല. അവരൊരു RSSന്റെ B ടീമായി മാറി. VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി RSSന്റെ ഏജന്റാണ്. അത് ഇന്നിപ്പോ കേരളത്തിലെ ഞങ്ങൾ അഭിപ്രായപ്പെടുന്നില്ല, കേരളത്തിലെ ജനതയാകെ അഭിപ്രായപ്പെടുന്നു. കേരള ജനത ഒറ്റക്കെട്ടായി സമരത്തിൽ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.